തനിക്ക് ശരിയെന്ന് തോന്നുന്ന അഭിപ്രായങ്ങളും നിരീക്ഷണങ്ങളും ആരുടെ മുഖത്ത് നോക്കിയും വളരെ ആർജവത്തോടെ പറയാൻ കഴിയുന്ന അപൂർവം നേതാക്കളിൽ ഒരാളാണ് ശ്രീ വി എസ് അച്യുതാനന്ദൻ. അതുമായി ബന്ധപ്പെട്ട് എൻ്റെ ഓർമ്മയിൽ വരുന്നൊരു കാര്യം, 2011-16 കാലത്തെ ഉമ്മൻചാണ്ടി ഭരണത്തിൻ്റെ അവസാന നാളുകളിൽ, ആ ഘട്ടത്തിലാണ് ഗൗതം അദാനിക്ക് വിഴിഞ്ഞം പോർട്ടിൻ്റെ കരാർ നൽകുന്നതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും ചർച്ചകളും ഒക്കെ നടക്കുന്ന സമയം. അന്ന് വിഴിഞ്ഞം പോർട്ടിൻ്റെ വരവ് കേരളത്തിൻ്റെ താൽപ്പര്യങ്ങൾക്ക് ഹാനികരമാകുമോ എന്ന ഒരു സന്ദേഹം പ്രത്യേകിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകരിലും നേതാക്കളിലുമൊക്കെ ഉണ്ടായിരുന്നൊരു ഘട്ടത്തിലാണ് ഇതിൻ്റെ അന്തിമ കരാറുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തീർപ്പ് കൽപ്പിക്കുന്നതിന് വേണ്ടി ഗൗതം അദാനിയും അദ്ദേഹത്തിൻ്റെ മകൻ കരൺ അദാനിയും അദാനി ഗ്രൂപ്പിൻ്റെ പ്രമുഖരും ഉദ്യോഗസ്ഥരുമടക്കം അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന വി എസ് അച്യുതാനന്ദൻ താമസിക്കുന്ന ഔദ്യോഗിക വസതിയായ കൻ്റോൺമെൻറ്റ് ഹൗസിലേക്ക് വരുന്നത്. പ്രതിപക്ഷത്തിൻ്റെ കൂടി ഒരു സഹായവും പിന്തുണയും അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു അന്ന് അദാനിയും കൂട്ടരവിടെ എന്നത്. അപ്പോൾ വി എസ് അദ്ദേഹത്തിൻ്റെ ഓഫീസ് മുറിയിൽ അവരെ സ്വീകരിച്ചിരുത്തി. അദ്ദേഹം ഒരു കസേരയിലിരിക്കുന്നു. തൊട്ട് വലതുവശത്ത് സെറ്റിയിൽ ഗൗതം അദാനിയും മകനും ഇരിക്കുന്നു. ഇപ്പുറത്ത് അദ്ദേഹത്തിൻ്റെ അദാനിയുടെ ഈ വിഴിഞ്ഞം ഗ്രൂപ്പിൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥരുണ്ട്. വി എസിൻ്റെ സ്റ്റാഫിലുണ്ടായിരുന്ന ഞങ്ങളൊക്കെ തന്നെ വി എസിൻ്റെ ഇടതുവശത്ത് നിൽക്കുകയുമാണ്. അങ്ങനെ സംസാരിക്കുന്നു. അപ്പോൾ ആദ്യമേ തന്നെ ഗൗതം അദാനി വിഴിഞ്ഞം പോർട്ട് സാക്ഷാത്കരിക്കപ്പെട്ടാൽ കേരളത്തിലെ ജനങ്ങൾക്കും ഉണ്ടാകാൻ പോകുന്ന വലിയ നേട്ടങ്ങളെക്കുറിച്ച് വളരെ വാചാലമായി ഒരു 10-15 മിനിറ്റ് ഇംഗ്ലീഷിൽ അദ്ദേഹത്തോട് സംസാരിച്ചു, വി എസിനോട് സംസാരിച്ചു. അദാനി വളരെ വാചാലമായി സംസാരിക്കുന്നത് മുഴുവൻ വി എസ് സാഗൂതം കേട്ടിരുന്നു. അപ്പോൾ വി എസിന് ഇംഗ്ലീഷിൽ തിരിച്ചു പറയാൻ, ഫ്ലുവൻ്റായി പറയാൻ അത്ര സാധ്യതയില്ലെങ്കിൽ പോലും ഇംഗ്ലീഷിൽ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ കൃത്യമായി ഗ്രഹിക്കാനുള്ള കഴിവ് വി എസിനുണ്ട്. അദാനി സംസാരം അവസാനിപ്പിച്ച ഉടനെ തന്നെ അപ്പുറത്തിരുന്ന അദാനിയുടെ ഉദ്യോഗസ്ഥനായ മഹാപത്ര വീണ്ടും ഈ കാര്യങ്ങൾ ഒന്നുകൂടി വിശദീകരിക്കാൻ ശ്രമിച്ചു. അത് വി എസിന് ഇഷ്ടപ്പെട്ടില്ല. ഉടനെ മഹാപത്രയെ ചൂണ്ടിയിട്ട് വി എസ് പറഞ്ഞു, ഹീ ടോൾഡ് മീ ഐ അണ്ടർസ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ ഇനി താൻ കൂടുതലൊന്നും പറയേണ്ടതില്ല, എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി, അദാനി പറഞ്ഞിട്ടുണ്ട് എന്നാണ് വി എസ് ഉദ്ദേശിച്ചതെന്ന് മഹാപത്രയ്ക്ക് മനസ്സിലായി. അത് മനസ്സിലായതുകൊണ്ട് തന്നെ മഹാപത്ര പറഞ്ഞു, സോറി സാർ. അത് കഴിഞ്ഞ് പിന്നീട് പലരും ഇങ്ങനെ വിഴിഞ്ഞം പോർട്ടിൻ്റെ കാര്യങ്ങളെല്ലാം ധാരാളമായി സംസാരിച്ചു. ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ സംസാരമെല്ലാം പൂർത്തിയാക്കി അദാനിയും സംഘവും പുറത്തേക്ക് പോകാൻ പോകുന്നു. അപ്പോഴാണ് യഥാർത്ഥത്തിലുള്ള ആൻറ്റി ക്ലൈമാക്സ് വരുന്നത്. വി എസ് പറഞ്ഞു, അദാനി എഴുന്നേറ്റ് നിൽക്കുകയാണ്. കൈ അകലത്തിൽ വി എസ് എഴുന്നേറ്റ് നിന്നു. അപ്പോൾ അദാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഏറ്റവും അടുത്തയാളാണെന്ന് കൂടി ഓർക്കണം. നരേന്ദ്രമോദിയുടെ ഒരു പ്രതിപുരുഷനെ പോലെ കണക്കാക്കാവുന്ന ആളാണ് അദാനി. ആ അദാനിയോട് കൈ അകലത്തിൽ നിന്നിട്ട് വി എസ് പറഞ്ഞൊരു വാചകം, അതൊരു അസാധ്യ വാചകമായിരുന്നു. അദ്ദേഹം പറഞ്ഞ വാചകം ഇങ്ങനെയായിരുന്നു. വി എസിന് അറിയാവുന്ന ഇംഗ്ലീഷിൽ അദ്ദേഹം പറഞ്ഞു, വിഴിഞ്ഞം പോർട്ട് നോട്ട് ഗുഡ് ഫോർ പീപ്പിൾ, ഓൺലി ഗുഡ് ഫോർ അദാനി, ഓൺലി ഗുഡ് ഫോർ അദാനി. അതൊരു 3 തവണ ആവർത്തിച്ച് പറഞ്ഞു. അദാനി സ്തബ്ധനായി നോക്കുകയാണ്. ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് വിഴിഞ്ഞം പോർട്ടിൻ്റെ മഹിമയെല്ലാം പാടിപ്പുകഴ്ത്തി അതെല്ലാം വി എസ് വളരെ സാഗൂതം കേട്ടുകൊണ്ടിരുന്നതിന് ശേഷമാണ് അവസാന നിമിഷത്തിൽ കലമുടയ്ക്കുന്നത് പോലെ ഈ ഒരു വാക്പ്രയോഗം. അദാനിക്കൊന്നും പറയാനുണ്ടായിരുന്നില്ല. അദാനി നമസ്കാരം പറഞ്ഞ് പുറത്തേക്ക് പോവുകയായിരുന്നു.